പ്രധാനമായിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതിലെ രാജ്യാന്തര ബന്ധം ഇതിനകത്ത് സംശയിക്കപ്പെടേണ്ടതുണ്ടോ എന്നതാണ്. കാരണം ഇതിൻ്റെ ഒരു വ്യാപ്തി അത്രത്തോളം ഉള്ളതുകൊണ്ട്. അതിൽ ഈ 2019 ഈ സ്വർണം തട്ടിയെടുത്ത ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ നടത്തിയ യാത്രയുണ്ട്. അതിൽ ഈ പറയുന്ന പത്മകുമാർ അതിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് ഈ ഭാര്യയുടെയും ആദായ നികുതി രേഖകളടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് ആരുടെയൊക്കെ ഇടപെടൽ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോൾ വകുപ്പിലാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകുന്നത്, വകുപ്പിൻ്റെ കൂടി ഇടപെടൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പത്മകുമാർ പിന്നെ മൊഴി നൽകിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ ഒരു സമയത്ത് വന്നിരുന്നു. പക്ഷേ ഇവിടെ തന്ത്രിമാർ അവർ വളരെ സമർത്ഥമായി ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഇന്നത്തെ പ്രതികരണത്തിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുഴുവൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡാണ് എന്നതും. രണ്ടാമത്, ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ എന്താണോ പറഞ്ഞത് അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുമാണ്. ഇത് താങ്കൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ഗോപീഷ്ണൻ, ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്നത്. അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും ഈ കൃത്യം ചെയ്തവർക്കെതിരെ അന്വേഷണം ഉണ്ടാവണം എന്നുള്ളത്. അതിനകത്ത് ഞങ്ങൾ ആരെയും മുൻവിധിയോട് കാണുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്? ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഗോപീഷ്ണൻ ഈ നിരന്തരമായിട്ടുണ്ടായിരുന്ന കോടതി വിധികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു പ്രോഗ്രാം ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ജനങ്ങൾക്ക് ഇതെത്താനായിട്ട്. നോക്കൂ, ഒന്ന് ഹസ്കർ പറയുന്ന വാദം ഇത് സർക്കാരിൻ്റെ ക്രെഡിറ്റാക്കി മാറ്റാൻ പോവുകയാണ്. സർക്കാർ പത്മകുമാറിൻ്റെ അറസ്റ്റ് ക്രെഡിറ്റാക്കി മാറ്റുകയാണെങ്കിൽ പത്മകുമാറിനെ കൈവിട്ട് കളയാതെ സംരക്ഷിക്കുന്ന എന്തിനാണെന്ന് കൂടി ഹസ്കർ മറുപടി വേണം. ഇനി സർക്കാരിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയാവുന്നത്? 5/10/2025 6/10/2025 ഈ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത്. ആ ഉത്തരവിൽ തന്നെ പറയുകയാണ്, ഈ ദേവസ്വം വിജിലൻസ് 10/10 സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് പറയുമ്പോഴാണ് ഹൈക്കോടതി പറയുന്നത്, ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള വിവരങ്ങൾ തന്നെ ഇത് വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ ആഭ്യന്തര വകുപ്പിൽ നിന്ന് SITക്ക് വേണ്ട അംഗങ്ങളെ ചോദിക്കുക പോലുമല്ല ചെയ്തത്. ഹൈക്കോടതി തന്നെ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്. അവർ ഹൈക്കോടതിക്ക് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാടുണ്ട്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചോളം ഇതിനകത്ത് യാതൊരു ക്രെഡിറ്റും ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഗോപികൃഷ്ണൻ ചോദിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ ഫയൽ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, ഇതിന് ഏറ്റവും ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തെഴുതുകയാണ്. ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കത്തെഴുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അവിടെ ഈ പറയുന്ന ഒന്നാമത് സ്വർണം പൊതിഞ്ഞത് മങ്ങി എന്നുള്ളതും ഇതെന്നുള്ളതും തന്നെ വ്യാജമാണ്. ഇനി അത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഫയൽ ഒറിജിനേറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്നാ? അവിടെ ശബരിമലയിൽ ഗോൾഡ് സ്മിത്ത് ഉണ്ട്, അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം കമ്മീഷൻ മൂലം ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ ആൾക്കാരുമുണ്ട്. അവർ ഇതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ച് അവരല്ലേ ഈ ഫയൽ ഒറിജിനേറ്റ് ചെയ്യേണ്ടത്, ദേവസ്വം ബോർഡിലേക്ക് അയക്കേണ്ടത്? പകരം ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്തിൽ നിന്നാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തത് ഇപ്പൊ പത്മകുമാറിന്റെ മൊഴി മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് വെച്ച് പറയുന്നു, ഇത് മന്ത്രിയാണ് ആദ്യം കണ്ടത്. ഇല്ലേ? അപ്പൊ എങ്ങനെയാണ്? നോക്കൂ, നിങ്ങൾ ആലോചിക്കുന്നത്, നമ്മൾ വളരെ എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. ശബരിമലയിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയിൽ, ഇനി ചട്ടങ്ങളും എല്ലാം മറികടന്നു, സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയിൽ അവിടുത്തെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി ദ്വാരപാല ശില്പവും ഇളക്കിക്കൊണ്ടുപോയി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണെങ്കിൽ 39 ദിവസം കൊണ്ട് ഈ പറയുന്ന ഹൈക്കോടതി തന്നെ സംശയിക്കുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉൾപ്പെടെ ഇതിന് ബയറെ കണ്ടുപിടിച്ച് കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് വിറ്റ് ഈ പലയിടത്ത് കൊണ്ടുപോയി ഇത് വിൽപ്പന ചരക്കാക്കുന്ന പ്രക്രിയ നടത്താൻ സാധിക്കുമോ 39 ദിവസം കൊണ്ട്? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇത് വളരെ കൃത്യമാണ് ഗോപികൃഷ്ണൻ. ഈ കാര്യങ്ങൾ, ഈ സാധനങ്ങൾ അയ്യപ്പൻ്റെ മുതൽ മുഴുവൻ അവിടെ നിന്ന് കൊണ്ടുപോയി ഇത് വിൽക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന സംഘത്തെ മുഴുവൻ കണ്ട് കച്ചവടം ഉറപ്പിച്ചതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തെഴുതുകയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തെഴുതിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ ആയിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഉണ്ടാവുകയാണ്. നോക്കൂ, ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും വരെ വിശ്വാസപരമായിട്ടുള്ള മൂല്യമുള്ള, നാളെ ഒരുപക്ഷെ കേരളത്തിലായതുകൊണ്ട് മാത്രം, അതല്ലാതെ മറ്റൊരിടത്താണെങ്കിൽ രൂക്ഷമായ വർഗീയ കലാപം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് അതിൻ്റെ മിനിറ്റ്സ് കാണാൻ പറ്റില്ല എന്ന് പറയുമോ? ആ മിനിറ്റ്സ് പോലും എഴുതിയിട്ടില്ല. ആ മിനിറ്റ്സ് പോലും എഴുതി വെക്കാതെ ഇത്രയും വലിയൊരു ഉത്തരവ് ഇതുണ്ടാക്കി ചെമ്പാണെന്ന് വരുത്തി. എനിക്കറിയില്ല, AKG സെൻറ്ററിൽ ഇപ്പം കൊടുക്കുന്ന ട്രെയിനിങ് ഈ സ്വർണം, പിത്തളയും ചെമ്പും സ്വർണ്ണമൊക്കെ തമ്മിലുള്ള സാമ്യവും അത് കലക്കേണ്ടതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനൊക്കെ ആണോ പാർട്ടി ക്ലാസ് കൊടുക്കുന്നതെന്ന് അറിയില്ല. പത്മകുമാർ വളരെ ചിത്രമായിട്ട് പിത്തള മാറ്റിയിട്ട് ചെമ്പെന്ന് എഴുതി വെക്കുകയാണ്. ഈ പിത്തളയും ചെമ്പും അത് അവിടെ പത്മകുമാർ ഭക്തനാണ്.
ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വരെ പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാടെടുത്ത ആളാണ്. ശബരിമലയെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലേ അവിടെ സ്വർണം പൊതിഞ്ഞതാണെന്നുള്ളത്? പൂശിയത് എന്ന് പറയുന്നത് സ്വർണം പൊതിഞ്ഞതായിരുന്നു. എനിക്ക് 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ UB ഗ്രൂപ്പ് അവിടെ സ്വർണം പൊതിയുമ്പോൾ. അന്ന് മുതൽ എനിക്കറിയാലോ ഇതിനെ സംബന്ധിച്ച്. അവിടെ കള്ളു കച്ചവടക്കാരിൽ നിന്ന് ശബരിമല അയ്യപ്പന് സ്വർണം മേടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ധാർമ്മികത ഉൾപ്പെടെ ചോദ്യം ചെയ്ത ചർച്ചകൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും വിശദമായിട്ട് അറിയുന്ന ആള് അവിടെ ആ സ്വർണ്ണപ്പാളി എന്നുള്ളത് വെട്ടി പിത്തളയും വെട്ടി ചെമ്പാക്കി എഴുതിയ ആൾ ഇതിനകത്ത് വളരെ സത്യസന്ധനാണ് എന്ന് ഹസ്കർ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് ദിവസം മുമ്പ്. പത്മകുമാർ മാത്രമല്ല, N. വാസു സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞൊരാളും കൂടിയായിരുന്നു ഹസ്കർ. അതുകൊണ്ട് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് ഉണ്ടാവില്ല എന്ന ഹസ്കറിന്റെ ഒരു ചിന്ത ഞാൻ കള്ളമാണെന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. അത് പറയാൻ ഏൽപ്പിച്ചു വിട്ടതുകൊണ്ട് പറയുന്നതായിരിക്കും, അല്ലാണ്ട് തെറ്റിദ്ധാരണ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പറയുന്ന സംഭവമായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയം ഉണ്ടായത് മുതൽ പൊതുസമൂഹത്തിൽ പുറത്തു വന്ന വാർത്തകളെല്ലാം സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 CPM-ന്റെ നേതാക്കന്മാർ, N. വാസു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഗുരുദാസൻ മന്ത്രിയായിരിക്കും, അദ്ദേഹത്തിന്റെ PS ആയിരുന്നു, ദേവസ്വം കമ്മീഷണറായതിനു ശേഷം ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഈ ക്രമക്കേട് നടത്തിയതിനു ശേഷം ദേവസ്വം പ്രസിഡന്റായിട്ട് നിയമനം കൊടുത്ത ഒരാളാണ് ഇല്ലേ. അപ്പോൾ അത്രമാത്രം വലിയ സംരക്ഷണം N. വാസുവിന് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട, ദൈവം AKG സെന്ററിലേക്കായിരിക്കും. ഹസ്കർ നിരീക്ഷിക്കുമ്പോൾ ഒന്നുകൂടി വിശാലമാക്കണം നിരീക്ഷണം. ഈ അരി കൊടുക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് എഴുതി വെച്ചെന്ന് ഓർമ്മയില്ലേ? തിരുവാതിരകളി നടത്തിയ സംഘത്തെക്കുറിച്ച് ഓർമ്മയില്ലേ? ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ പിണറായി വിജയനാണ് ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പോൾ നിങ്ങൾ ഈ വിശ്വാസത്തിന്റെയും ഇടതുപക്ഷ നിരീക്ഷണത്തിന്റെ വ്യാപ്തി കുറെ കൂടി വർദ്ധിപ്പിക്കേണ്ട സമയമായിരിക്കും ഹസ്കറിനോട് സുഹൃത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.